ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ കട്ടിംഗ് ബോർഡൊക്കെ കട്ട് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഉള്ളി അതുപോലെ തന്നെ തക്കാളിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കട്ടിംഗ് ബോർഡ് നീങ്ങി പോകാൻ സാധ്യതയുണ്ട് അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ഇതിപ്പോൾ ഒരു ടേബിൾ ആയതുകൊണ്ടാണ് കുറച്ചും കൂടി ഒരു ഇതിൽ നിൽക്കുന്നത്. നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് നമ്മൾ കട്ട് ചെയ്യാനും ചിലപ്പോൾ നീങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്, തെന്നി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നാതിരിക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായി മറ്റൊന്നുമല്ല വേണ്ടത്, ഇതുപോലെ 2 റബ്ബർ ബാൻഡിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനത് ഒന്ന് ഈ സൈഡും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടോ, ഇതുപോലെ 2 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു കട്ടിംഗ് ബോർഡ് ആ ഒരു കറക്റ്റ് സ്റ്റാൻഡിൽ തന്നെ നിൽക്കും. പലരും ചിലപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ തുണി ഇട്ട് കൊടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ വേണ്ട, നമുക്ക് ഇതുപോലെ 2 റബ്ബർ ബാൻഡ് ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും എപ്പോൾ എടുക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഇതുപോലെയുള്ള കുപ്പികളിലൊക്കെ നമ്മൾ സാധാരണ ഇപ്പോൾ കടുക്, മസാലപ്പൊടി ഇതൊക്കെ സൂക്ഷിക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഇതുപോലെ ഒരു സെൻറ്ററിൽ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്നതിൻ്റെ അതായത് ഇതുപോലെ കുട്ടിയുടെ നടുവിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ടെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്നതിന് ഹാഫ് പോർഷൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് എടുക്കുന്ന സമയത്ത് സ്പൂണൊക്കെ കൊണ്ട് എടുക്കുന്ന സമയത്ത് ഒരുപാട് വരുന്നതിന് പകരം നമുക്ക് ഇതുപോലെ റബ്ബർ ബാൻഡ് തട്ടിക്കൊടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു അളവ് നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത്, നമ്മുടെ ഹാൻഡ് വാഷ് ഒക്കെ വീട്ടിലിടുന്ന സമയത്ത് തീർച്ചയായും കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് തവണ ഇത് നീക്കി ഒരുപാട് പോർഷൻസ് കണ്ടോ, ഇത്രയും അധികം പോർഷൻസ് ആണ് ഓരോ നിക്കലിനും നമുക്ക് വരുന്നത്. അപ്പോൾ ഓരോ പ്രസ്സിങ്ങിലും നമുക്ക് ഇതുപോലെ കളഞ്ഞു കുടിക്കേണ്ടി വരും. അപ്പോൾ അതിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണ്. നമുക്ക് ഇതുപോലെ ഒരു 2 റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ അതായത് നമ്മുടെ ഈ ഹാൻഡ് വാഷിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായി ഒരു 3-4 ചുറ്റിൽ നമുക്ക് ചുറ്റി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗങ്ങളിലായിട്ട് നമുക്കൊരു 3-4 ചുറ്റിൽ റൗണ്ടായിട്ട് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇത്രയധികം ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ, ഈ ഒരു അളവ് കണ്ടോ, 2 പ്രാവശ്യം പ്രസ് ചെയ്തപ്പോഴാണ് ഇത് വന്നത്. ഇത് ഒരൊറ്റ പ്രസ്സിങ്ങിൽ വന്നിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഹാൻഡ് വാഷ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഈ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മുടെ കുപ്പിയുടെ മൂടിക്കിട്ട് എന്തെങ്കിലും ഒരു പൊട്ടലൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കാറ്റ് കിടക്കുന്നതിൽ ഒരു 2-3 റബ്ബർ ബാൻഡ് ഇതിന് ചുറ്റും നമുക്ക് ഇട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മൂടിയിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈറ്റ്നസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ടിഫിൻ പാത്രമൊക്കെ വളരെ ലൂസുള്ള ടിഫിൻ പാത്രമൊക്കെ ആണെങ്കിൽ, മൂടി ലൂസുള്ളതാണെങ്കിൽ ഇതുപോലെ 2 റബ്ബർ ബാൻഡ് നമ്മൾ ഇട്ട് വെച്ച് കൊടുത്ത് നമ്മൾ മൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടൈറ്റ്നസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ധാരാളം ഗുണങ്ങൾ നമ്മുടെ റബ്ബർ ബാൻഡ് കൊണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കുക.